ഹായ് ഫ്രണ്ട്സ്, സാപ്പിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമയും ഒരു സീരീസും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഒരു സീരീസാണ്. അതുകൂടാതെ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഇംഗ്ലീഷ് ത്രില്ലർ മൂവിയാണ്, ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സിനിമയാണ് നോക്കാം. ഒരു ജർമ്മൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിനിമയുടെ പേര് വരുന്നത് എക്സ്റ്റെറിറ്റോറിയൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, സിനിമയുടെ നായിക അഫ്ഗാനിസ്ഥാനിൽ സേവനം അനുഷ്ഠിച്ച ഒരു മുൻ സ്പെഷ്യൽ ഫോഴ്സ് സൈനികയായിരിക്കും. ഈ നായികയും നായികയുടെ മകനും കൂടി വർക്കിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ട് US കോൺസുലേറ്റിലേക്ക് വരികയാണ്. അവിടെ വെച്ച് മകനെ കാണാതാവുന്നതും പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്ലോട്ടല്ലേ ആയിരിക്കും, പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ എന്താ പറയുക, ശരിക്കും ആ ഒരു സ്റ്റോറി, ആ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് നിലനിർത്താൻ ഈ സിനിമയ്ക്ക് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്, അവർ മേക്കിംഗ് സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്നോ എന്ന് പല സ്ഥലത്തും നമുക്ക് സംശയം വരുത്തുന്നു. ആ രീതിയിലായിരുന്നു സിനിമയുടെ കഥയുടെ പോക്ക് എന്നുള്ളത്. കണ്ടു നോക്കാവുന്നൊരു സിനിമയാണ്, എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. നായികയായിട്ട് വന്ന അവരുടെ പെർഫോമൻസ് ഒക്കെ കിഡ്ലൻ പെർഫോമൻസ് ആയിരുന്നു. ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ, ആക്ഷൻ രംഗങ്ങളായിക്കോട്ടെ, എല്ലാം വളരെ നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് എക്സ്റ്റെറിറ്റോറിയൽ എന്നാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടി അവൈലബിൾ ആണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എക്സ്റ്റെറിറ്റോറിയൽ എന്നാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പം ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ സീരീസാണ്. ഒരു ക്രൈം മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു ഹിന്ദി സീരീസാണ്. കഴിഞ്ഞ ദിവസം സോണി ലീവ് വഴി റിലീസ് ചെയ്ത സീരീസാണ്. സീരീസിൻ്റെ പേര് വരുന്നത് കങ്കാജുര എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. അപ്പം ഈ ഒരു സീരീസ് കാണാൻ തന്നെ മെയിൻ കാരണം റോഷൻ മാത്യു ആയിരുന്നു. റോഷൻ മാത്യുവാണ് ഈ സീരീസിൽ പ്രധാന കഥാപാത്രം. ഈ കങ്കാജുര എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കങ്കാജുരയ്ക്ക് എൻ്റെ വേർഡ് എന്താ ശരിക്കും അട്ട അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ അർത്ഥം. എന്താ സംഭവിച്ചാൽ നമ്മുടെ അട്ട അറിയാലോ, ഈ വലിപ്പത്തിലുള്ളൊരു സാധനം, മറ്റേ ചോര പിടിക്കുന്നത് ഈ മല ചളിയുള്ള സ്ഥലങ്ങളിലും വയനാടുകൾ ആ ഏരിയയിലൊക്കെ ഉണ്ടാവില്ല അട്ട നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളറിയില്ല. നമ്മളെ ചോര ഇങ്ങനെ ഊറ്റി കുടിക്കും, നമ്മളറിയില്ല, അവസാനത്തേക്ക് അറിയാം. ആ രീതിയിലുള്ളൊരു സ്വഭാവമുള്ള ഒരാളാണ് നമ്മുടെ റോഷൻ മാത്യു. ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ളത് ശരിക്കും ഒരു അവൻ്റെ ക്യാരക്ടർ എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരുന്ന എപ്പിസോഡായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ളത്. ഈ 14 വർഷം ചെറുപ്പത്തിലൊരു ക്രൈം ചെയ്യുകയും 14 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാണ് എന്നാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് റോഷൻ മാത്യു. അതിനുശേഷം തൻ്റെ സഹോദരനായ മാക്സിൻ്റെ ബിസിനസ്സിന് സഹായിക്കാനും മറ്റു കാര്യങ്ങളും ഈ ബിസിനസ്സിനെതിരായി നിൽക്കുന്നവരെ എന്താ പറയുക, അവരെ കൈകാര്യം ചെയ്യാനൊക്കെ വേറൊരു രീതിയിൽ ഇവ മുന്നിട്ടിറങ്ങുകയാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ഇവൻ്റെ ഭൂതകാലത്തിലുള്ള സംഭവങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ബിസിനസ് നല്ലപോലെ നടന്നോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ് കങ്കാജുര എന്ന ഈ സീരീസ്. 8 എപ്പിസോഡുകളാണുള്ളത് കേട്ടോ, 8 എപ്പിസോഡുകളാണുള്ളത്. ഏകദേശം ഒരു 30-35 മിനിറ്റുകൾ അടങ്ങുന്ന 8 എപ്പിസോഡുകളാണുള്ളത്. കണ്ടു നോക്കാവുന്നൊരു സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളുണ്ട്. ആദ്യത്തെ 3 എപ്പിസോഡ് കിടലായിരുന്നു. പിന്നെ ലാസ്റ്റ് 2 എപ്പിസോഡും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതിന് നടുക്കുള്ള കുറച്ച് സംഭവങ്ങൾ, കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. 8 എപ്പിസോഡിൻ്റെ ആവശ്യമില്ല, ഒരു 6 എപ്പിസോഡ് തീർക്കാവുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. റോഷൻ മാത്യുയുടെ പെർഫോമൻസ് കിഡിലായിരുന്നു, രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഒരു മലയാളി നടൻ ഹിന്ദി സീരീസിൽ മെയിൻ കഥാപാത്രമായിട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ റോഷൻ മാത്യുവിൻ്റെ കിഡിലൻ തന്നെയാണ് കേട്ടോ. ആ റേഞ്ച് കിഡിലൻ തന്നെയാണ്. സൂപ്പറായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി നല്ല ക്വാളിറ്റിയുള്ള ഒരു സീരീസ് കൂടിയാണ് കങ്കാജുര എന്നാണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളം അടക്കമുള്ള ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. മലയാളം ഡബ്ബിങ്ങൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മലയാളം തമിഴൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഡബ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് കങ്കാജുര എന്ന് പറഞ്ഞ സീരീസ്. രസമുണ്ട്, കണ്ടിരിക്കാൻ രസമുണ്ട്. ഒരു ചില സ്ഥലത്ത് നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ വിയറ്റ്നാം കോളനി കണ്ടല്ലോ, ആ സ്റ്റോറിയാണ് കേട്ടോ. ആ ഒരു സ്റ്റോറി ലൈനൊക്കെ ഓർമ്മ വരും ചില സ്ഥലത്ത്.
അങ്ങനെയൊക്കെയാണ് കുറേ സംഭവങ്ങൾ, ഒരു സ്ഥലത്ത് ഒഴിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും കണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഈ സീരീസ് ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.